അറസ്റ്റ് ചെയ്ത് 3.5 മണിക്കൂർ കസ്റ്റഡിയിൽ വെച്ച ശേഷമാണ് ലണ്ടനിലെ വെസ്റ്റ്മിനിസ്റ്റർ മജിസ്ട്രേറ്റ് കോടതിയിൽ മല്യയെ ഹാജരാക്കിയത്. സാമ്പത്തിക കുറ്റങ്ങൾ മാത്രമായതിനാൽ 65,000 പൗണ്ട് കെട്ടിവെച്ചതിനെ തുടർന്ന് ജാമ്യം നൽകുകയായിരുന്നു. കേസ് ഇന്ന് മെയ് 17 പരിഗണിക്കും. പ്രാഥമിക വാദമാണ് ഇന്ന് നടന്നത്. ഇനിയാണ് മടക്കി അയക്കുന്നത് സംബന്ധിച്ച വാദം തുടങ്ങുക. തുടർന്ന് ബ്രിട്ടീഷ് ആഭ്യന്തര സെക്രട്ടറി എക്സ്ട്രഡിഷൻ ഉത്തരവിൽ ഒപ്പുവെക്കുമ്പോഴാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നത്. ഇന്ത്യയിലെ നിരവധി ബാങ്കുകളിൽ നിന്ന് എടുത്ത കോടികളുടെ വായ്പ തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്നാണ് മല്യയ്ക്കെതിരെ നടപടി തുടങ്ങിയത്. 9,000 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയതിനു പുറമെ നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് രാജ്യം വിട്ടതും ഗുരുതരമായി തന്നെ പരിഗണിക്കേണ്ട പ്രശ്നങ്ങളായി ഇന്ത്യ അവതരിപ്പിക്കും. അതേസമയം വായ്പ തിരിച്ചടയ്ക്കാത്തത് മനഃപൂർവ്വമല്ലെന്നും ആഗോള സാമ്പത്തിക മാന്ദ്യമാണ് സാമ്പത്തിക പ്രതിസന്ധി കാരണമെന്നും മല്യയ്ക്ക് വാദിക്കാം. പ്രഥമ ദൃഷ്ട്യാ കേസുണ്ടെന്ന് കണ്ടാൽ ലണ്ടൻ കോടതി മല്യയെ ഇന്ത്യയ്ക്ക് വിട്ടു നൽകും. രാജ്യസഭാ അംഗമായിരിക്കുമ്പോഴാണ് മല്യ രാജ്യം വിട്ടത്. കേസിനെ തുടർന്ന് പുറത്താക്കാനുള്ള നടപടികൾ തുടങ്ങിയപ്പോൾ കഴിഞ്ഞ കൊല്ലം മെയ് മാസത്തിൽ രാജ്യസഭാ അംഗത്വം അദ്ദേഹം രാജിവെച്ചു. മല്യയുടെ ആഡംബര വിമാനവും ബംഗളൂരുവിലെ വസതിയും അടുത്തിടെയാണ് ലേലം ചെയ്തത്. 1993 ഇന്ത്യയും ബ്രിട്ടനും കുറ്റവാളികളെ വിട്ടുകിട്ടുന്നതിനുള്ള കരാറിൽ ഒപ്പിട്ടത്. ഇതുവരെയായി വലിയ കുറ്റവാളികളെ കൈമാറിയിട്ടുമില്ല. കരാറിൻ്റെ 5-ാം വകുപ്പ് പ്രകാരം മടക്കി അയച്ചാൽ മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ അഭ്യർത്ഥന നിരസിക്കാം. മടക്കി അയക്കുന്നതിനെ ചോദ്യം ചെയ്യുന്ന മല്യയ്ക്ക് താൻ 1992 മുതൽ UK-യിൽ സ്ഥിരതാമസക്കാരനാണെന്നും വാദിക്കാം. ഗുൽഷൻ കുമാർ കൊലക്കേസിലെ പ്രതി നദീം ഷാഫി, നേവി വാർ റൂം കേസിലെ രവിശങ്കരൻ, ഗോവയിൽ കുട്ടികളെ പീഡിപ്പിച്ച കേസിലെ പ്രതി റെയ്മണ്ട് വാർലി തുടങ്ങി 18 പേരെയാണ് ഇന്ത്യ ആവശ്യപ്പെടുന്നത്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.